Hi students, good afternoon. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് അഡ്രസ് ബൈൻഡിങ് ആണ്. എന്താണ് ഒരു അഡ്രസ് ബൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാപ്പിംഗ് ഫ്രം വൺ അഡ്രസ് സ്പേസ് ടു അനദർ അഡ്രസ് സ്പേസ്. ഒരു അഡ്രസ് സ്പേസിൽ നിന്ന് മറ്റൊരു അഡ്രസ് സ്പേസിലേക്ക് മാപ്പ് ചെയ്യുക അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് അഡ്രസ് ബൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ മെമ്മറിയിൽ ഒരുപാട് array അല്ലെങ്കിൽ വേർഡ്സ് അങ്ങനെ ഒരുപാട് ഡാറ്റ എന്തുണ്ട് നമ്മുടെ ഒരു മെമ്മറിയിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഓരോ അറേക്കോ അല്ലെങ്കിൽ വേർഡ്സിനൊക്കെ എന്താണ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഈ അഡ്രസ്സ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പറേഷൻസ് ഒന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ അഡ്രസ്സിൻ്റെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും അതിൽ ചെയ്യുന്നത്. ഓക്കെ, സോ CP ആണ് എന്ത് ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻസൊക്കെ ഈ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുക, ലോഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു CP ആണ്. ഓക്കെ, സോ നമുക്ക് ഒരു മെമ്മറി അഡ്രസ്സ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ CPU-ന് ഇൻസ്ട്രക്ഷൻസൊക്കെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടുന്ന് ഫെച്ച് ചെയ്ത് പുറത്തെടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്രസ്സസ് യൂസ് ചെയ്യുന്നത്. രണ്ട് രീതിയിലാണ്, ലോജിക്കൽ അഡ്രസ്സുണ്ട്, ഫിസിക്കൽ അഡ്രസ്സുണ്ട്. ഈ ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് CPU അതിൻ്റെ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സാണ് എന്ത്, ഈ ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ വിർച്വൽ അഡ്രസ്സ് എന്ന് കൂടെ പറയുന്നുണ്ട്. ദെൻ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇത് സിസ്റ്റത്തിന് ആ ഒരു നമ്മളിപ്പോൾ ലോജിക്കൽ അഡ്രസ്സ് നേരെ നമ്മൾ മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യുന്ന സമയത്ത് അതിനെ ഓട്ടോമാറ്റിക്കലി ഫിസിക്കൽ അഡ്രസ്സായിട്ട് അത് കൺവേർട്ട് ചെയ്യും സിസ്റ്റം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു അഡ്രസ് സ്പേസ് ആണത്. ഓക്കെ, സോ നമുക്ക് എന്താണ് ലോജിക്കൽ അഡ്രസ്സ് മാത്രമായിട്ടാണ് ഡീൽ ചെയ്യാൻ പറ്റുന്നത്. ദെൻ അപ്പോൾ ഈ ഒരു ലോജിക്കൽ അഡ്രസ്സിൽ നിന്ന് ഫിസിക്കൽ അഡ്രസ്സിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ് മെയിൻലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അഡ്രസ് ബൈൻഡിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇത് 3 രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. കമ്പൈൽ ടൈമിലുണ്ട്, ലോഡ് ടൈമിലുണ്ട്, എക്സിക്യൂഷൻ ടൈമിലുണ്ട്. കമ്പൈൽ ടൈമിൽ എങ്ങനെയാണ്, ഇഫ് യു നോ ദാറ്റ് ഡ്യൂറിങ് കമ്പൈൽ ടൈം വേർ ദ പ്രോസസ് വിൽ റിസൈഡ് ഇൻ മെമ്മറി ദെൻ അബ്സല്യൂട്ട് അഡ്രസ് ഈസ് ജനറേറ്റഡ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ കമ്പൈൽ ടൈമിൽ എന്താണ് ഈ ഒരു ഫിസിക്കൽ അഡ്രസ്സ്, ഈ അബ്സല്യൂട്ട് അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും സെയിം തന്നെയാണ് കേട്ടോ. ഈ ഒരു ഫിസിക്കൽ അഡ്രസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഈ ഫിസിക്കൽ അഡ്രസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ദെൻ എക്സിക്യൂട്ടബിൾ മീൻസ് എക്സിക്യൂട്ടബിൾ ഫയലായിട്ട് മാറി എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. അതുമായിട്ട് എന്ത് ചെയ്യും, എംബഡ് ചെയ്യും അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യും. ഓക്കെ, ആ കമ്പൈലേഷൻ ടൈമിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, ലോഡിങ് ദ എക്സിക്യൂട്ടബിൾ ആസ് എ പ്രോസസ് ഇൻ മെമ്മറി ഈസ് വെരി ഫാസ്റ്റ്. അതായത് ഇപ്പോൾ ഇങ്ങനെ എക്സിക്യൂട്ടബിൾ ആയി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസസ്സിനെ ലോഡ് ചെയ്യാനോ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ദെൻ ബട്ട് ഇഫ് ദ ജനറേറ്റഡ് അഡ്രസ് സ്പേസ് ഈസ് പ്രീ ഓക്യുപ്പൈഡ് ബൈ അതർ പ്രോസസ്സ്. ഇപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്തൊരു അഡ്രസ് സ്പേസ് ഇല്ലേ, അതായത് ഇപ്പോൾ നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സായിട്ട് ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞില്ലേ, ആ സമയത്ത് ആ ഒരു അഡ്രസ് സ്പേസ് മുന്നേ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ളൊരു അഡ്രസ് സ്പേസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തേലും ക്രാഷ് വരും. അതായത് നമ്മുടെ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ആ പ്രോസസ്സിന് ആ ഒരു അഡ്രസ് ലൊക്കേഷൻ കിട്ടത്തില്ല. അപ്പോൾ അവിടെ ഒരു ക്രാഷ് വരും. സോ അത് പിന്നെ എന്ത് ചെയ്യും, റീകമ്പൈൽ ചെയ്യും അതിൻ്റെ അഡ്രസ് സ്പേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരു ഫ്രീ സ്പേസ് അല്ലെങ്കിൽ ഫ്രീ അഡ്രസ് വേണം, നമുക്ക് വേണ്ടേ, ആ ഒരു ഓൾറെഡി ഒരു പ്രോസസ്സ് ഉള്ള ഒരു അഡ്രസ് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വീണ്ടും റീകമ്പൈൽ ചെയ്യും. ക്ലിയർ. നെക്സ്റ്റ് വരുന്നത് ലോഡ് ടൈമിൽ എന്താണ്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് നോൺ അറ്റ് ദ കമ്പൈൽ ടൈമിലല്ല, എന്താണ് ലോഡ് ടൈമിലാണ് ഈ ഒരു അഡ്രസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. സോ ദ പ്രോസസ് വിൽ റിസൈഡ് ദെൻ റീലൊക്കേറ്റബിൾ അഡ്രസ് വിൽ ബി ജനറേറ്റഡ്. ലോഡ് ടൈമിൽ എന്താണ്,
നമ്മുടെ റീലൊക്കേറ്റബിൾ അഡ്രസ്സ് തൊട്ട് മുന്നേ പറഞ്ഞു നമ്മൾ റീകമ്പൈൽ ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. റീകമ്പൈൽ സമയത്താണ് നമ്മൾ ഈ റീലൊക്കേറ്റബിൾ അഡ്രസ്സ് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. ലോഡർ ട്രാൻസ്ലേറ്റ് ദ റീലൊക്കേറ്റബിൾ അഡ്രസ് ടു അബ്സല്യൂട്ട് അഡ്രസ്. ഈ ലോഡ് ടൈമിലാണ് ചെയ്യുന്നത്, റീലൊക്കേറ്റബിൾ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നത്. അത് ലോഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൊഡ്യൂളാണ് അത് ചെയ്യുന്നത്. ഇതിന് ചെയ്യും, അബ്സല്യൂട്ട് അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സ് ആയിട്ട് ചെയ്യും, കൺവേർട്ട് ചെയ്യും അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, ഈ അബ്സല്യൂട്ട് അഡ്രസ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ് അഡ്രസ്സ് ഓഫ് ദ പ്രോസസ്സ് ഇൻ മെയിൻ മെമ്മറിയിലുള്ള ബേസ് അഡ്രസ്സിന് ചെയ്യും, ആഡഡ് ടു ഓൾ ലോജിക്കൽ അഡ്രസ് ബൈ ദ ലോഡർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോജിക്കൽ അഡ്രസ്സുമായിട്ട് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു അബ്സല്യൂട്ട് അഡ്രസ്സ് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. In this, if the base address of the process changes, then we need to reload the process again. അതായത് നമ്മളിപ്പോൾ ഈ ബേസ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും, ഈ ഒരു പ്രോസസ്സ് വീണ്ടും ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് വരുന്നത് എക്സിക്യൂട്ടബിൾ ടൈമാണ്. എക്സിക്യൂട്ടബിൾ ടൈമിൽ പറയുന്നത്, ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു മെമ്മറിയിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ CPU റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഡീഷണൽ ആയിട്ട് മേ ബി ചിലപ്പോൾ മെമ്മറി വേണ്ടി വന്നേക്കാം അല്ലേ. സോ ദിസ് ഈസ് യൂസ്ഡ് ഇഫ് പ്രോസസ് ക്യാൻ ബി മൂവ്ഡ് ഫ്രം വൺ മെമ്മറി ടു അനദർ ഡ്യൂറിങ് എക്സിക്യൂഷൻ. സോ നമുക്ക് ആ സമയത്ത് ഒരു പ്രോസസ്സിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും, ഒരു മെമ്മറിയിൽ നിന്ന് മറ്റൊരു മെമ്മറിയിലേക്കോ അങ്ങനെ ഒരു ചേഞ്ചിങ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, മൂവിങ് പോസിബിൾ ആണ്. ഇതിനെ ഡൈനാമിക് ലിങ്കിങ് അല്ലെങ്കിൽ ലിങ്കിങ് എന്നൊക്കെ പറയും. ഓക്കെ, അത് നമ്മൾ ചെയ്യുന്നത് ലോഡ് അല്ലെങ്കിൽ റൺ ടൈമിലാണ്. നെക്സ്റ്റ് വരുന്നത് MMU, മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ്. റൺ ടൈം മാപ്പിംഗ് ബിറ്റ്വീൻ വിർച്വൽ അഡ്രസ് ആൻഡ് ഫിസിക്കൽ അഡ്രസ് ഈസ് ഡൺ ബൈ ഹാർഡ്വെയർ ഡിവൈസ് ഈസ് നോൺ ആസ് MMU. നമ്മളിപ്പോൾ ഈ വിർച്വൽ അഡ്രസ്സിൽ നിന്ന് ഫിസിക്കൽ അഡ്രസ്സൊക്കെ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു മാപ്പിംഗ് ആരാണ് ചെയ്യുന്നത്, മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു മെമ്മറി മാനേജ്മെൻറ്റിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൽ ഹാൻഡിൽ ദ പ്രോസസ് ആൻഡ് മൂവ്സ് ദ പ്രോസസ് ബിറ്റ്വീൻ ഡിസ്ക് ആൻഡ് മെമ്മറി ഫോർ എക്സിക്യൂഷൻ. മെമ്മറി മാനേജ്മെൻറ്റിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൽ ഹാൻഡിൽ ദ പ്രോസസ്സസ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാ പ്രോസസ്സിനെയും ഹാൻഡിൽ ചെയ്യും ആൻഡ് മൂവ്സ് ദ പ്രോസസ് ബിറ്റ്വീൻ ഡിസ്ക് ആൻഡ് മെമ്മറി ഫോർ എക്സിക്യൂഷൻ. നമുക്ക് എക്സിക്യൂഷന് വേണ്ടിയിട്ട് പ്രോസസ്സിനെ ഡിസ്കിലേക്കും മെമ്മറിയിലേക്കും ഒക്കെ മൂവ് ചെയ്യിക്കും. ഓക്കെ, സോ ഇറ്റ് കീപ്സ് എ ട്രാക്ക് ഓഫ് അവൈലബിൾ ആൻഡ് യൂസ്ഡ് മെമ്മറി. ഇത് ഈ മെമ്മറി മാനേജ്മെൻറ്റ് വേറെ എന്തും കൂടെ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ മെമ്മറി യൂസ് ചെയ്തു അല്ലെങ്കിൽ ഏതൊക്കെ മെമ്മറി അവൈലബിൾ ആണ് എന്നുള്ള ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രാക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സൈക്കിൾ ഫോളോസ് ദീസ് സ്റ്റെപ്സ്. എന്തൊക്കെയാണ് നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള സൈക്കിൾ? 3 സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും, മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യും. ദെൻ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യും. ദെൻ ഫർദർ ലോഡിംഗ് ഓർ സ്റ്റോറിങ് അറ്റ് സം പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ ടേക്ക് പ്ലേസ്. ഡീകോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലേക്ക് അതിനെ ലോഡ് സ്റ്റോർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബേസിക് ഹാർഡ്വെയർ. മെയിൻ മെമ്മറി ആൻഡ് രജിസ്റ്റേഴ്സ് ആർ ബിൽഡ് ഇൻ ടു പ്രോസസ്സർ ആൻഡ് CPU ക്യാൻ ആക്സസ് ദിസ് ഓൺലി. നമ്മുടെ പ്രോസസ്സർ അതുപോലെ തന്നെ മെമ്മറി കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യുന്നത് CPU മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എവറി ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി റിട്ടൺ ഇൻ ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് ഡിവൈസസ്. ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് CPU ആക്സസ് ഇൻസ്ട്രക്ഷൻ ഫ്രം രജിസ്റ്റർ. ദെൻ ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ 1 CPU ക്ലോക്ക് സൈക്കിൾ. അതായത് ഇപ്പോൾ ഒരു CPU നമ്മളിപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ഒരു രജിസ്റ്ററിൽ നിന്ന് ആക്സസ് ചെയ്യുകയാണ്. ഓക്കെ, CPU രജിസ്റ്റർ ആയിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. സോ രജിസ്റ്ററിലുള്ള എന്തെങ്കിലും ഡാറ്റ CPU ആക്സസ് ചെയ്യുന്നു. സോ നമുക്ക് ഒരു ഒറ്റ സിംഗിൾ ക്ലോക്ക് സൈക്കിളിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യും ആ ഒരു രജിസ്റ്ററിൽ നിന്നുള്ള ഡാറ്റ ആക്സസിങ്.
ദെൻ ഇഫ് ഇൻസ്ട്രക്ഷൻ റിസൈഡ് ഇൻ മെയിൻ മെമ്മറി, ഇപ്പോൾ രജിസ്റ്ററിലല്ല നമ്മുടെ ഇൻസ്ട്രക്ഷൻ മെയിൻ മെമ്മറിയിലാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് വിൽ ബി ആക്സസ്ഡ് വയ മെമ്മറി ബസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇൻസ്ട്രക്ഷനെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ആസ് കമ്പയർഡ് ടു രജിസ്റ്ററിൽ നിന്ന് ആക്സസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടൈം എന്ത് ചെയ്യും, ഇതെടുക്കും. ദെൻ ഇതിനൊരു റെമഡി ആയിട്ട് പറയുന്നത് നമ്മൾ എന്താണ്, ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുക. ക്യാഷ് മെമ്മറി പറയുമ്പോൾ ഫാസ്റ്റായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ ടെമ്പററി സ്റ്റോറേജ് ആണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. താൽക്കാലികമായിട്ട് നമുക്ക് ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. സോ ക്യാഷ് മെമ്മറിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് നമുക്ക് മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും. Then now we should ensure that process reside in legal address. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ പ്രോസസ്സ് ലീഗൽ അഡ്രസ്സ് അതിൻ്റെ കറക്റ്റ് അഡ്രസ്സിൽ തന്നെയാണോ എന്നുള്ളതാണ്. ദെൻ ലീഗൽ അഡ്രസ്സ് കൺസിസ്റ്റ് ഓഫ്, ഈ ലീഗൽ അഡ്രസ്സ് എന്തൊക്കെയാണ്, ബേസ് രജിസ്റ്റർ ഉണ്ടായിരിക്കും, ലിമിറ്റ് രജിസ്റ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, ലീഗൽ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ബേസ് രജിസ്റ്ററിൻ്റെ അഡ്രസ്സും അതുപോലെ തന്നെ ലിമിറ്റ് രജിസ്റ്ററിൻ്റെ അഡ്രസ്സുമാണ് ഉണ്ടായിരിക്കുക. ബേസ് രജിസ്റ്ററിൽ ഹോൾഡ്സ് ദ സ്മാളസ്റ്റ് ഫിസിക്കൽ അഡ്രസ്സ്. ബേസ് രജിസ്റ്ററിൽ ഹോൾഡ് ചെയ്യുന്നത് എന്താണ്, ഏറ്റവും ചെറിയ ഫിസിക്കൽ അഡ്രസ് ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ലിമിറ്റ് രജിസ്റ്ററിൽ എന്താണ്, സൈസ് ഓഫ് റേഞ്ച്, എത്ര റേഞ്ച് വരെ നമുക്ക് ആ ഒരു സ്റ്റോറേജ് പോസിബിൾ ആണ് എന്നുള്ളതാണ് ലിമിറ്റ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുക. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്രൊസീജിയർ ഓഫ് മാപ്പിംഗ് ഓഫ് ഡിസ്ക് ആൻഡ് മെമ്മറി. എങ്ങനെയാണ് ഒരു ഡിസ്ക്കും മെമ്മറിയും തമ്മിൽ എങ്ങനെ മാപ്പിംഗ് വരുന്നത് എന്ന്. നോർമൽ പ്രൊസീജിയറിൽ എന്താണ്, ഒരു പ്രോസസ്സ് സെലക്ട് ചെയ്യും, ഒരു ഇൻപുട്ട് ക്യൂവിൽ നിന്ന് സെലക്ട് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. ദെൻ എന്താണ്, ആസ് പ്രോസസ് എക്സിക്യൂട്ട് ഇറ്റ് ആക്സസ് ദ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം മെമ്മറി. ഇപ്പം എന്താണ്, പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യും, മെമ്മറിയിൽ നിന്ന് അത് ആക്സസ് ചെയ്യും. ദെൻ എന്ത് ചെയ്യും, അതതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. ഇറ്റ് വിൽ റിലീസ് മെമ്മറി ആൻഡ് നൗ മെമ്മറി വിൽ ബി അവൈലബിൾ ഫോർ അതർ പ്രോസസ്സ്. അത് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്യും, ആ മെമ്മറി റിലീസ് ചെയ്യും. ദെൻ അതർ പ്രോസസ്സിന് വേണ്ടിയിട്ട് അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഇപ്പോൾ സാധാരണ ഒരു നോർമൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, CPU ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. CPU ലോജിക്കൽ അഡ്രസ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. റീലൊക്കേഷൻ രജിസ്റ്റർ ഉണ്ട്, അതിലേക്ക് പോയിട്ട് പിന്നെ അത് ഫിസിക്കൽ അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യും മെയിൻ മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വരുന്നത് ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ അഡ്രസ്സ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോജിക്കൽ അഡ്രസ്സ് എന്താണ്, ഫിസിക്കൽ അഡ്രസ്സ് എന്താണ് എന്നുള്ളത്. ജസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് CPU പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് CPU ജനറേറ്റ് ചെയ്യുന്നൊരു അഡ്രസ്സാണ് ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതിനെ വിർച്വൽ അഡ്രസ്സ് എന്നും കൂടെ പറയുന്നുണ്ട്. സോ ഇതിലെന്താണ്, നമ്മുടെ ദിസ് അഡ്രസ് ഈസ് യൂസ്ഡ് ആസ് എ റെഫറൻസ് ടു ആക്സസ് ദ ഫിസിക്കൽ മെമ്മറി ലൊക്കേഷൻ ബൈ CPU എന്താണ്, അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ എവിടെയാണ് ഡാറ്റ ഉള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഫിസിക്കൽ അഡ്രസ്സ്. എന്താണ് ഫിസിക്കൽ അഡ്രസ്സ്? നമ്മുടെ ഇറ്റ് ഐഡൻറ്റിഫൈസ് എ ഫിസിക്കൽ ലൊക്കേഷൻ ഓഫ് എ റിക്വയർഡ് ഡാറ്റ ഇൻ എ മെമ്മറി. മെമ്മറിയിലുള്ള ഡാറ്റയുടെ ഫിസിക്കൽ ലൊക്കേഷൻ ആക്ച്വലി അത് എവിടെയാണെന്നുള്ളതാണ് ഫിസിക്കൽ അഡ്രസ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ യൂസറിന് എന്താണ്, ഡയറക്റ്റ്ലി ഇതുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല. അതായത് ഫിസിക്കൽ അഡ്രസ്സുമായിട്ട് അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. അവരെപ്പോഴും ലോജിക്കൽ അഡ്രസ്സുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അറിയുന്നത് അവർക്ക്. ഈ ഫിസിക്കൽ അഡ്രസ്സ് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ദ യൂസർ പ്രോഗ്രാം ജനറേറ്റ്സ് എ ലോജിക്കൽ അഡ്രസ് ആൻഡ് തിങ്സ് ദാറ്റ് ദ പ്രോഗ്രാം ഈസ് റണ്ണിങ് ഇൻ ദിസ് ലോജിക്കൽ അഡ്രസ്സ്. നമുക്കറിയാം നമ്മുടെ യൂസർ എന്താണ്, ലോജിക്കൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യും. ആ സമയത്ത് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്കറിയുന്നില്ല ഇതിനെ ഫിസിക്കൽ അഡ്രസ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും. അത് എക്സിക്യൂഷൻ ടൈമിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അതാണ് ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത്
ദ ടേം ഫിസിക്കൽ അഡ്രസ് സ്പേസ്, ഇതിൽ ഫിസിക്കൽ അഡ്രസ് സ്പേസ് ഉണ്ട്. ഈ അഡ്രസ് സ്പേസ് എന്തിനാണ്? ആ ഫിസിക്കൽ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് എന്തുണ്ടായിരിക്കും? ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഈ ഫിസിക്കൽ അഡ്രസ്സൊക്കെ ഫിസിക്കൽ അഡ്രസ് സ്പേസിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഓരോ ഫിസിക്കൽ അഡ്രസ് സ്പേസിൻ്റെ ഉള്ളിലും ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ടായിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലോജിക്കൽ അഡ്രസ് സ്പേസിൽ എന്തുണ്ടായിരിക്കും? ലോജിക്കൽ അഡ്രസ്സസ് ഉണ്ടായിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് ദ സെയിം അത് തന്നെയാണ്. എന്താണ് അതിൻ്റെ ലോജിക്കൽ അഡ്രസ്സിൻ്റെയും ഫിസിക്കൽ അഡ്രസ്സിൻ്റെയും ഡിഫറൻസസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതൊക്കെ അത് ടാബുലാർ രീതിയിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. നേരത്തെ സെയിം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതണം. ഓക്കെ, സോ താങ്ക് യു.